ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. ഒരിക്കൽ കൂടി ഇവിടെയുള്ള ദൈവസഭയുടെ മുമ്പാകെ ദൈവവചനവുമായി നിൽപ്പാനായി ദൈവം അടിയനെയും ബലപ്പെടുത്തിയോ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God, the Lord has strengthened me to stand with His word once again in front of all of you. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. Shall we sit with a prayerful heart? ഞങ്ങളെ ഇരുവരെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഓർപ്പിച്ചുകൊള്ളുന്നു. We seek your prayers for our continuous correct exhortation from the word of God. ഇന്നത്തെ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആദ്യമായി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Let us think together one portion from the scripture. അതിനായി യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. Shall we turn our attention to the epistle of James chapter 4 and verse 8. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. Draw nigh to God and he will draw nigh to you. അതിന്റെ 10-ാം വാക്യം, കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. Verse 10 reads like this: humble yourself in the sight of the Lord and he shall exalt you. യാക്കോബ് ആരോടാണ് ഇത് പറയുന്നത്? Who is James reminding these two? നമ്മൾ 4-ാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളിൽ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ തുടങ്ങുന്നത്. He starts by reminding the people over there in that congregation whence was and whence come. എന്നാൽ 3-ാം അധ്യായത്തിന്റെ തുടക്കം നമുക്ക് കാണുവാൻ കഴിയും സഹോദരന്മാരെ. And when we read in more detail in 3 verse 1, he is talking to the brothers over there. സഹോദരന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടത്തോടാണ് യാക്കോബ് ഈ കാര്യങ്ങൾ പറയുന്നത്. He is addressing it to the specific believers into that congregation. ഇവിടെ അവരുടെ ഇടയിൽ നിലനിൽക്കുന്ന അനേക കുറവുകൾ കാട്ടിക്കൊണ്ട് അവരോട് പറയുകയാണ്, he is pinpointing to those shortcomings of these people. നിങ്ങൾ ദൈവത്തോട് അടുത്തു വരണം. Oh, you dear brothers, you need to come closer to God. നിങ്ങൾ സഹോദരന്മാർ എന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോൾ ദൈവത്തോട് അടുത്തല്ല ജീവിക്കുന്നത്. Even if you are being called as brothers, you are not living closer to God over here. നിങ്ങളുടെ ജീവിതം ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണ്. Oh, your lives are very far away from God. എന്നാൽ എങ്ങനെ നിങ്ങൾ അടുത്തു വരണം? Oh, how do you need to come closer to God? അതിന്റെ 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് അതിൽ കാണുന്നത്, നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കി ഹൃദയശുദ്ധിയോടുകൂടി സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരഞ്ഞ് തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥനയോടുകൂടി ദൈവത്തോട് അടുത്തു വരണം. Oh, there we read from verse 9 onwards how we should come closer to God, being afflicted, mourn, weep, and how you need to draw closer over there by humbling in the sight of God. എന്നാൽ ഇങ്ങനെ അടുത്തു കടന്നു വരുമ്പോൾ അതിന്റെ റിസൾട്ട് എന്താണ്? And when we come closer to God, what is the result of this closeness? ഇങ്ങനെ നിങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ സങ്കടപ്പെട്ട് ഹൃദയശുദ്ധിയോടുകൂടി കടന്നു വന്നാൽ, and when you come closer to God in this purity in front of the Lord, 10-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവം നിങ്ങളെ ഉയർത്തും. And there we see that last portion of verse 10, he shall exalt you. അപ്പോൾ സാധാരണയായി നമുക്ക് സംശയം തോന്നാറുണ്ട്, എപ്പോൾ ദൈവം നമ്മളെ ഉയർത്തുവാൻ സാധ്യതയുണ്ട്. Oh, in this context we might be wondering, when will this Lord exalt me over here? അതിന് നമ്മോട് പത്രോസ് പറയുന്നത്, that is where we read from the epistle of Peter, 1 Peter 5:6, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പിൻ. Epistle of 1 Peter 5 and verse 6, humble yourself therefore under the mighty hand of God, that he may exalt you in his due time. അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തുന്നവനാണ്. He may exalt you in his correct time. ഇങ്ങനെ ദൈവത്തോട് അടുത്തു വന്ന് ദൈവസന്നിധി തന്നെത്താൻ താഴ്ത്തി തക്ക സമയത്ത് ദൈവത്താൽ ഉയർത്തപ്പെട്ട ഒരു വ്യക്തി ജീവിതത്തെ കുറിച്ചാണ് ഞാനിവിടെ ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. This afternoon when we are going to be looking at, we are understanding a person who came to God, humbling herself, and how the Lord lifted in that right time this particular person over there. അതിന് ആധാരമായി 1 ശമൂവേൽ 2-ന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. Shall we turn our attention to the book of 1 Samuel chapter 2 and verse 1. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, Hannah prayed and said, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, my heart exalts in Jehovah. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. Oh, my horn is exalted in Jehovah. ഹന്ന പറയുകയാണ്, ഞാൻ ദൈവസന്നിധിയിൽ ഉയരുവാനായിട്ട് എന്റെ തല ഉയരുവാനായിട്ട് ഇടയായി തീർന്നു. Hannah is saying, I am able to lift up my head in front of Jehovah. ഇത് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കേവലം ചിന്തിക്കുവാനായിട്ട് സാധിക്കും, ഹന്നയുടെ ജീവിതത്തിൽ
ആനന്ദമില്ലാത്ത ഒരു നാളുകൾ ഉണ്ടായിരുന്നു. When we read through the words of Hannah, we can understand she had a past and she had a time where she could not lift up herself over there. ഒന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവാത്മാവ് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹന്ന കടന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ച്. And when we turn our attention to 1 Samuel 1, we understand what was her condition of her sadness, how was she broken down over there. എന്തുകൊണ്ട് ഹന്നയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി കടന്നു വന്നു? Why this Hannah had to go through such a circumstance? എന്തുകൊണ്ട് ദൈവം എൽക്കാനയുടെ കുടുംബത്തെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കൂടി കടത്തിവിടുവാനായിട്ട് ഇടയായി തീർന്നു? We need to understand why does God send Elkanah through such a situation, Elkanah and his family. അതിന് ആധാരമായി ഒന്നാമത് നമുക്ക് കാണുവാൻ കഴിയും, ദൈവം തന്റെ ഹിതത്തിനൊത്തവണ്ണം ഹന്നയുടെ ആഗ്രഹത്തെ രൂപപ്പെടുത്തി എടുക്കുകയായിരുന്നു. Oh, God was trying to transform or to unite Hannah's prayer according to his will over here. ദൈവം ഹന്നയെ രൂപപ്പെടുത്തി എടുക്കുകയായിരുന്നു. Oh, he was transforming her according to how God wants over there. ഒരു മകനു വേണ്ടി ഹന്ന എത്ര വർഷം പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി തീർന്നു? How long was Hannah praying for a son over here? എത്ര വർഷം? അനേക വർഷം എന്ന് നമുക്ക് കാണുവാനായിട്ട് Oh, കഴിയും. she was praying for so long over there. ഒന്നാം അധ്യായത്തിൽ ആ പ്രാരംഭവാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ ഹന്ന എങ്ങനെയാണ് പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി തീർന്നത്? We understand how was Hannah coming in front of the Lord and praying over there, chapter 1 in the നാം beginning. യാക്കോബിന്റെ ലേഖനത്തിൽ വായിച്ചതുപോലെ അവിടെ ഹന്ന തന്നെത്താൻ ദൈവസന്നിധിയിൽ താഴ്ത്തി സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരഞ്ഞ് പട്ടിണി കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. Oh, there was this woman who was fasting and praying and humbling down. Just as we read from the book of James, she was breaking herself down over there. നമ്മുടെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഫാസ്റ്റിംഗ് പ്രയർ. Oh, in other words, it's a fasting prayer we are. ഇങ്ങനെ അനേക വർഷം പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി തീർന്നു. Like this, she was consecutively praying for so many years. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ഹന്നയുടെ ജീവിതത്തിൽ ഒരു ഉത്തരം ലഭിച്ചില്ല? Even after praying for children after so long, she did not receive. Why? നാം ഒന്നാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്, പെനീനായിക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. We read from chapter 1 over there how Penina had children but Hannah did not have any portion. പിന്നീട് താഴോട്ട് കാണുന്നു, പെനീനയ്ക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് പെനീനയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു. There we read from the bottom verses over there how Penina had sons and daughters but Hannah did not have any children over there. ഇവിടെ ഹന്ന പ്രാർത്ഥിക്കുകയാണ് മക്കൾക്ക് വേണ്ടിയിട്ട്. Oh, Hannah is praying in this time for children over there. എന്തുകൊണ്ടാണ് ഹന്ന ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? Why is Hannah praying like this? ഹന്ന ഇങ്ങനെ ചിന്തിച്ചു കാണും, പെനിയുടെ പക്കൽ നിന്ന് അനേക നിന്ദയ്ക്ക് ഹന്ന പാത്രമായി തീർന്നിട്ടുണ്ട്. Oh, Hannah was going through such a sadness how Penina was criticizing and ridiculing her when she did not have any children. അതിൽ നിന്നൊരു മോചനം വേണം. Oh, I need to have a liberty from this criticism. അതുകൊണ്ട് ഹന്ന പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്ക് മക്കളെ തരണമേ എന്ന്. Oh Lord, please give me children to escape this ridicule. കേവലം താൻ നേരിടുന്ന നിന്ദയിൽ നിന്നുള്ള ഒരു വിടുതൽ. Oh, she was only looking forward to getting rid of that ridicule. വാർദ്ധക്യത്തിൽ എനിക്കൊരു സഹായം വേണം. Oh, I need to have someone to support me in my old age. ഇതിനു വേണ്ടി ഹന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. Oh, she was praying. Hannah was praying for us children over there. ഹന്നയുടെ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കുന്നു. Oh, Hannah's prayer was continuously going on. ദൈവത്തിൽ നിന്ന് ഒരു ഉത്തരവും ലഭിക്കുന്നില്ല. And she is not receiving any answer. എന്നാൽ 8-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, And when we come down to verse 8 over there, അവിടെ എൽക്കാന ഒരു ഹൃദ്യമായി ഹന്നയോട് ഇടപെടുന്നുണ്ട്. Oh, there in that intimacy and commitment to her, he is asking a question. എൽക്കാന ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന്. Am I not better to you than 10 sons? Elkanah is asking Hannah over there. 10 പുത്രന്മാർ എന്നാണ് അവിടെ പറയുന്നത്, 10 മക്കൾ എന്നല്ല. There we read they're asking about 10, talking about 10 sons and not 10 children over there. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, രാവിലെ എൽക്കാന ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ കേൾക്കുന്നത് ദൈവസന്നിധിയിൽ ഉറക്കെ നിലവിളിക്കുന്ന ഹന്നയുടെ വാക്കുകളായിരിക്കാം. I'm just assuming and looking into an observation like this, as Elkanah is waking up in the morning, he is listening to that prayer of Hannah. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരിക്കും, ദൈവമേ എനിക്കൊരു മകനെ തരണമേ എന്ന്. Oh, Hannah might be praying like this. Oh, please give me a son over here. ഇത് കേട്ട് എൽക്കാന പറയുകയാണ്,
ഹന്നയെ ഞാൻ നിനക്ക് 10 പുത്രന്മാർക്ക് നന്നല്ലയോ എന്ന്. And that's when Elkanah is saying to Hannah, am I not better to you than 10 ഹന്നയുടെ sons? പ്രാർത്ഥനയിൽ ചെറിയൊരു മാറ്റം കടന്നു വന്നു. 3-ാം വാക്യത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ 8-ാം വാക്യമാകുമ്പോൾ ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. Oh, we see a transformation, a change in Hannah's prayer. If in verse 3 she was praying for children, by verse 8 she is praying for son over എന്നാൽ there. നമുക്ക് കാണുവാൻ കഴിയും ഈ 3-ാം വാക്യത്തിന്റെയും 8-ാം വാക്യത്തിന്റെയും ഇടയിൽ ഇതിനോട് ഒരു ബന്ധവുമില്ലാത്ത, എൽക്കാനയുടെ കുടുംബവുമായി ഒരു ബന്ധമില്ലാത്ത 2 പേരുടെ പേരുകൾ അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. In between verses 3 and verse 8, there we see in the word of God, there we have an introduction to a family which has no connection to Elkanah and family over there. ഹൊഫ്നിയും ഫിനെഹാസും. And there we read about അവർ Hophni and ആരാകുന്നു? Phinehas. Who were there? അവർ പുരോഹിതന്മാരാകുന്നു. Oh, they were priests of God. എന്തുകൊണ്ടാണ് അവിടെ അവരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്? Why is it mentioned about these names over here? യാദൃശ്ചികമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണോ? It is not a coincidence. അങ്ങനെയല്ല. It is not. അവരെ കുറിച്ച് പറയുന്നത് 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവർ നീചന്മാരായവർ എന്നാണ്. Oh, there we read in 2 verse 12 about them. They were people, baseless men who did not know Jehovah. കഴിഞ്ഞ അനേക വർഷമായി ഹന്ന പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്കൊരു മകനെ തരണമേ എന്ന്. Oh, Hannah was praying, God, give me a son over here. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വേദന എന്നുള്ളത് തന്റെ ആലയത്തിൽ ക്രമപ്പെടുത്തുവാൻ, തന്റെ മുമ്പിൽ ദൈവഹിത പ്രകാരം ശുശ്രൂഷകൾ ചെയ്യുവാൻ, തന്റെ ജനത്തെ നയിക്കുവാനായിട്ട് ഒരാളുടെ ആവശ്യമുണ്ട്. Oh, but in the heart of God it was another, we see a strategy or a vision over there. There he was looking for a man to reform an assembly. ദൈവം തന്റെ ഹിതമൊക്കെ നിറവേറ്റുവാൻ വേണ്ടി ഒരുവനെ തേടുകയാണ്. Oh, God was looking for a man to fulfill his will in that assembly over there. എസ്കേൽ പ്രവചനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്റെ മുമ്പിൽ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു കണ്ടില്ല താനും. Oh, in the book of Ezekiel we read over there how I do not find a man to stand in front of me and to represent over there. ഇതായിരുന്നു ദൈവത്തിന്റെ വേദന. Oh, that was the pain and the heart of God. ദൈവം തന്റെ ശുശ്രൂഷയ്ക്കായി ഒരു പുരുഷനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. God was searching for a man looking to minister for him, which is of purity over there. ഹന്ന ഇവിടെ ഒരു മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. And Hannah was praying only for a ദൈവം son. ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. Oh, God is waiting over there. ഹന്നയെ നിന്റെ പ്രാർത്ഥനയിൽ ചില മാറ്റങ്ങൾ കൂടി വരണം, ദൈവഹിത പ്രകാരമായിരിക്കണം. God was transforming Hannah and preparing Hannah to pray, to adjoin with the prayer and the will of God over here. ആദ്യം മക്കൾ എന്നുള്ളത് മകനായി തീർന്നു, ഇനിയും നീ മാറേണ്ടതായിട്ടുണ്ട്. Oh, it was started with the prayer for children and then changed to a son, and now again she has to change over there. ഹന്നയുടെ പ്രാർത്ഥനയും ദൈവഹിതവും ഒന്നായി തീരണം. Oh, then we understand Hannah's prayer and God's will started to become one thing over here. ഇവിടെ ക്ലൈമാക്സിലേക്ക് കടന്നു വരികയാണ്. And when we come down over there, 11-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ ഹന്ന ഇങ്ങനെ പറയുകയാണ്. and when we turn to verse 11, Hannah says over there, അവൾ ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ യഹോവേ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. Oh, she made a commitment like this. Oh, Jehovah of hosts, if you will see my pain and if you will remember this pain, do not forget me. I will give you this son to you, Jehovah. ഹന്നയുടെ പ്രാർത്ഥനയും ദൈവഹിതവും ഒന്നായി തീരുന്ന ഒരു സമയം. Oh, this is a scene where we understand the prayer of this woman Hannah and the will of God coming together. ഒരു വ്യക്തിയുടെ പ്രാർത്ഥന മുഖാന്തരം സ്വർഗ്ഗം സന്തോഷിക്കുന്ന നിമിഷമായി തീരുകയാണ്. Oh, when a woman prayed like this, there we see heaven exploding with joy and പിന്നെ എത്ര celebration. വർഷം ഹന്ന മകന് വേണ്ടി പ്രാർത്ഥിച്ചു. And then we understand again Hannah prayed again for പിന്നെ long. നാം അവിടെ കാണുന്നത് 18-ാം വാക്യം, പിന്നെ ഹന്നയുടെ മുഖം വാടിയില്ല. And then we understand after that Hannah's face did not have a 20-ാം countenance. വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ഒരു വർഷം കഴിഞ്ഞ് ഹന്ന ഒരു മകനെ പ്രസവിച്ചു. After 1 year it was time she bare a son over there. കഴിഞ്ഞ അനേക വർഷക്കാലം ഒരു മകന് വേണ്ടി ഹന്ന പ്രാർത്ഥിച്ചു. അവസാനം ദൈവം പ്രാർത്ഥന കേട്ടു. Oh, she prayed for so long and then God heard her prayer over there. ദൈവം പ്രാർത്ഥന കേട്ടതിനു ശേഷം ഹന്ന വീണ്ടും മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ അവിടെ ചെറിയൊരു മാറ്റം കടന്നു വരികയാണ്. After God heard the prayer of Hannah, again that prayer was transforming. There was a change in that Hannah's prayer. ഇത്രയും കാലം ഒരു മകനെ ലഭിക്കുവാൻ വേണ്ടി ഹന്ന പ്രാർത്ഥിച്ചെങ്കിൽ, if Hannah was praying to receive a son for so long, ഇപ്പോൾ ഹന്ന പ്രാർത്ഥിക്കുന്നത്
തനിക്ക് ലഭിക്കുവാൻ പോകുന്ന പുത്രന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്. Oh, then if she is going to receive a son, she is now praying for the ministry of that son in the house of God. തന്റെ മകനെ ദൈവിക ഹിതപ്രകാരം ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടി ഹന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. From then onwards we understand Hannah is praying how that child will be prepared for the service of God. എന്നാൽ നാം ആയിരുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും? Oh, if we were in Hannah's shoes, how would we reform our prayers? നാം ഇങ്ങനെ പറയും, എൻ്റെ ദൈവമേ, ഡെലിവറി പീരീഡിൽ ഒരു ദോഷവും വരരുത്, ആരോഗ്യമുള്ള ഒരു പൈതലിനെ നൽകി തരണമെന്നൊക്കെ ആയിരിക്കും നമ്മുടെ പ്രാർത്ഥന. We might be drawing out areas where we would ask God in the time of delivery, let there be no problems or the child be healthy and such matters over ഇവിടെ there. ഹന്ന മകന്റെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിച്ചു കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. Oh, even when the child was on the verge of birth over there, she was praying for the ministry of the child. കൂടാതെ ഹന്ന തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു കാണും. And Hannah was also praying for herself, we can കാരണം understand. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, I'm thinking like this over here. ഈ പൈതൽ ഞാൻ ദൈവത്തിന് വേണ്ടി നിവേദിച്ചതാണ്. Oh, this child I have committed for Jehovah. അനേക വർഷം ഞാൻ പ്രാർത്ഥിച്ചു നേടി ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ പൈതലാണ്. Oh, this is a child I have earned out of my prayer and commitment to God. അവനെ വരും ദിവസങ്ങളിൽ ദേവാലയത്തിൽ കൊണ്ടു ചെന്ന് വിടണം. Oh, I need to drop him to that service, into that temple of God. നാം കഴിഞ്ഞ ദിവസം ഗാഡിൽ നിന്ന് കേട്ടതുപോലെ ഏകദേശം 3 വയസ്സ് പ്രായമുള്ളപ്പോൾ സമൂവേലിനെ ദേവാലയത്തിൽ കൊണ്ടു ചെന്ന് വിടുകയാണ്. Like we heard from our dear brother Gladwin, how at the age of 3 Samuel was dropped at the ഇതിനു temple വേണ്ടി doors. ഹന്ന തന്നെ ഒരുക്കുകയായിരിക്കും ഈ ദിവസങ്ങളിലൊക്കെയും. Oh, there we understand how Hannah was getting ready to drop that child into that temple of God. പിന്നീട് ഈ പൈതൽ വളരുന്നത് ദേവാലയത്തിലാണ്. Oh, and then there we read how this child was growing in the temple over there. പ്രിയ ദൈവജനമേ, ഇവിടെ നാം ആയിരുന്നെങ്കിൽ നാം എന്തു ചെയ്യും? Oh, if we were in these shoes, how would we play over അനേക here? വർഷക്കാലം പ്രാർത്ഥിച്ചു നേടിയ മകനെ ദേവാലയത്തിലേക്ക് കൊടുത്തു വിടുകയാണ്. Oh, there we understand how she prayed for so long and then submitting it to the temple of God. അതും അവന്റെ 3 വയസ്സ് പ്രായമുള്ള സമയത്ത്. And there we read how he was getting ready at the age of 3 over there. എത്ര വേദനയായിരിക്കും ഹന്ന ഇവിടെ കടന്നുപോയത്. How getting ready and fast we understand Hannah should have gone over there. നാം നമ്മുടെ പൈതലിനൊക്കെയും 3 വയസ്സ് പ്രായമുള്ളപ്പോൾ നാം ബേബി സിറ്റിംഗിൽ കൊണ്ടുവിടാറുണ്ട്. We our children also we send at the age of 3 to നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഓരോ മണിക്കൂർ കൂടുമ്പോഴും ചിലപ്പോൾ നമ്മൾ അവിടെ വിളിച്ച് പൈതലിനെ കുറിച്ച് നാം കേൾക്കുവാൻ നാം ആരായുവാനായിട്ട് ഇടയായി തീരും. Then we start to be inquisitive, how is our child doing, healthy or not? There we try to phone and find. അതല്ല എങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ നാം ക്യാമറ ഫിറ്റ് ചെയ്ത് പൈതലിനെ നോക്കിക്കൊണ്ടിരിക്കും. In our houses, if it was there, we would fix CCTVs over there. എന്നാൽ ഇവിടെ ഇതൊന്നുമില്ല. താൻ പ്രാർത്ഥിച്ചു നേടിയ പൈതലിനെ താൻ എന്താണോ പ്രാർത്ഥിച്ചത് അതുപോലെ ദൈവത്തിന് കൊടുക്കുകയാണ്. Oh, what we read over here, Hannah did not look forward with any other concerns. Who she earned, she is giving back to God with that consideration and understanding. നാം ഈ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഇതിന്റെ വേദന നാം അറിയുന്നത്. We will only understand this when we go through such a situation like Hannah over there. ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ട്. We also have gone through such situation in our family life. ആ സമയത്ത് ജീച്ചാൻ എന്നോട് പലവട്ടം പറഞ്ഞു, ഡെന്നി പൈതലിനെ നാട്ടിലേക്ക് വിടരുത് എന്നുള്ളത്. And when we also went through such a situation, our dear uncle Gigi mentioned, do not send the daughters to India. എന്നാൽ ഞങ്ങളുടെ സിറ്റുവേഷൻ അതിനനുകൂലമായിരുന്നില്ല. ഞങ്ങളുടെ രണ്ടാമത്തെ പൈതലിനെ ഏകദേശം 3 മാസം ഞങ്ങൾ നാട്ടിൽ വിടുവാനായിട്ട് ഇടയായി തീർന്നു. Our situations were not favorable and we had to send our younger daughter when she was only 3 months to India. അതും അവൾക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ. And when she was only 6 months old. ആ 3 മാസക്കാലം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു കറുത്ത ദിവസങ്ങളായിരുന്നു. ആ ദിവസങ്ങളൊക്കെയും In those time period it was like a darker times of our life. ആ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഒഴുക്കിയ കണ്ണുനീര് പിന്നീട് ഒഴുക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. All the tears which we have dropped in those darker times, we doubt we have ever come across the same situation again. നമുക്ക് പലപ്പോഴും ഹന്നയെ കുറിച്ച് വായിച്ചു അങ്ങനെ കടന്നു പോകുവാൻ സാധിക്കും. എന്നാൽ ഹന്ന കടന്നുപോയ അവസ്ഥ നാം ഒന്ന് മനസ്സിലാക്കണം. We might be able to quickly
read through and go through Hannah, but we need to understand the situation over സഭാപ്രസംഗത്തിൽ here. പറയുന്നത് നീ നേർന്നത് കഴിക്കുക, നേർന്നിട്ടോ കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് Oh, നല്ലത്. we need to remember the words from the scripture over there. How as we have committed, we will be earning and reaping the fruits over there. എന്തുകൊണ്ട് ദൈവം ഹന്നയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി നൽകി കൊടുത്തു? Why did Hannah had to go through such a situation? നമുക്ക് രണ്ടാമത് കാണുവാൻ കഴിയും, ഹന്ന ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു. Oh, it is to reveal the quality of this believer over here. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനവധി പ്രതിസന്ധികൾ നൽകി തന്നേക്കാം. Oh, God would have made us to go through several circumstances in life. യോബ് തന്റെ ജീവിതത്തിന്റെ കഷ്ടതയിൽ കൂടി കടന്നുപോയപ്പോൾ പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും. Even when we read about Job in Job 13:15, though he slay me, yet I will trust in him. I will maintain my own ways before him. എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. Even when he examines me, even when I have struggled, I will come out as gold over here. യോബിന്റെ ജീവിതത്തിലെ കഷ്ടതകളും പരിശോധനകളും യോബ് ആരാണെന്ന് തെളിയുവാനായിട്ട് ഇടയായി The തീർന്നു. struggles of Job, we understand, it showed what quality of life as a believer he is. ഇവിടെ ഹന്ന തന്റെ ജീവിതത്തിൽ കടന്നുപോയ പ്രതിസന്ധി ആരാകുന്നു തെളിയുവാനായിട്ട് ഇടയായി Oh, തീർന്നു. Hannah was able to understand and to show forward what quality of believer is she in moving forward. വീട്ടിലാണെങ്കിൽ പെനീന ഏതു സമയത്തും ഹന്നയെ കളിയാക്കുന്നു. Oh, there we understand Peninnah was always ridiculing Hannah at the house. വീട്ടിൽ ഒരു സ്വസ്ഥതയുമില്ല. Oh, she did not have any peace at home. എന്നാൽ സമൂഹത്തിൽ നോക്കിയാലോ, When we look into the society over there, ആ സമൂഹം അന്ന് എങ്ങനെ ഉള്ളതായിരുന്നു? what was the society? ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിന്റെ അവസാന കാലഘട്ടമായിരുന്നു. It was the period of the final days of the judges. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ആ കാലത്ത് ഓരോരുത്തൻ തനിക്ക് ബോധിച്ച പോലെ നടന്നു. We read from the book of Judges, everyone did according to what was right in their own eyes. സമൂഹം തനിക്ക് ബോധിച്ച പോലെ നടന്നു. Oh, the society was living according to what they will over there. എന്നാൽ ഹന്ന തനിക്ക് ബോധിച്ച പോലെ അല്ല, ഹന്ന ദൈവത്തിന് ബോധിച്ച പോലെ നടക്കുവാനായിട്ട് ഇടയായി But തീർന്നു. when the society was living like that, Hannah was living not according to herself, but സമൂ- according to God. സമൂഹത്തിലെ കളിയാക്കല്, വീട്ടിലെ കളിയാക്കല്, Oh, the house was not at peace, even the society was not at peace. ഇവിടെ നിന്നെല്ലാം മാറി ഒന്ന് ദൈവാലയത്തിലേക്ക് കടന്നു തന്ന് മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിച്ചാലോ? And even from the house and the society moving forward, going into the temple and praying over there. അവിടെ ഒന്നാം അധ്യായം 13 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്. There we read from verse 1 and verse 13 of 1 ഈ Samuel. മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഹന്നയെ നോക്കി പുരോഹിതൻ പറയുകയാണ്, There we see Eli the high priest looking at Hannah who is breaking out. ഇവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു Oh, എന്നുള്ളത്. there he is saying she has been drunken over there. വീട്ടിലെ പ്രശ്നം, സമൂഹത്തിൽ പ്രശ്നം, ആലയത്തിൽ ചെന്നാലും പറയുന്നത് ഇവൾക്ക് ലഹരിയാകുന്നു Oh, എന്നുള്ളത്. there is the problems in the home, there is problems in the society. Even when you go into the temple, there is even the high priest criticizing her. ഇതിനോടൊന്നും പ്രതികരിക്കാതെ ഹന്ന നാം ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്ന പോലെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ് ചെയ്തത്. Oh, without even thinking about any criticism and not responding to such critic. As we read from Philippians, without thinking further, she comes into the temple only to offer her gratitude over ഇവിടെ നാം there. വലിയൊരു ആത്മീയ സത്യം മനസ്സിലാക്കണം. Oh, there is a spiritual lesson over here. നമുക്ക് നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ അളവുകൾ എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ ആയിരിക്കുവാൻ പാടില്ല. The depth of the love of God which we should have in our life should not be according to the situation. ചിലപ്പോൾ നമ്മുടെ സമൂഹം, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ജോലി, നമ്മുടെ തിരക്ക്, ചിലപ്പോൾ ഏലി പറഞ്ഞതുപോലെ നമ്മുടെ സഹോദരന്മാർ നമുക്ക് എതിരായിരിക്കാം. Oh, the situations might not be favorable, our job, our society, our family over there. ഇതൊന്നും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഇടയാകരുത്. Such things should not be stopping us or hindering us to come closer to God. നമ്മുടെ കൂടിവരവുകളെ നാം ഉപേക്ഷയായി വിചാരിക്കുവാൻ പാടില്ല. We should not neglect our fellowships over here. പലപ്പോഴും നാം ഇവിടെ വീണു പോയിട്ടില്ലേ? Oh, shall we look into our introspect? ഈ കാരണങ്ങൾ കൊണ്ട് നാം ദൈവസ്നേഹത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ലേ? Oh, by these things have we gone away from the love of God? നാം മീറ്റിംഗിന് കടന്നു വരാതെ ഈ കാരണങ്ങൾ കൊണ്ട് ഇരുന്നിട്ടില്ലേ? Are there hindrances that stopped us from coming into the meetings? നാം എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുവോ നമ്മുടെ തലമുറയും അതിനു തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കും. Oh, well, what importance we give today, even our generations will also give importance to those things. ഹന്നയുടെ ജീവിതത്തിലെ പ്രതിസന്ധി അടുത്തതായി
ഹന്നയുടെ കുടുംബം എങ്ങനെയെന്ന് തിരിയുവാനായിട്ട് ഇടയായി തീർന്നു. We understand the another challenge Hannah faced was her own family over പെനീനയെ there. കുറിച്ച് നമ്മൾ കേട്ടു. We already heard about Penina. എൽക്കാനയെ കുറിച്ച് നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. We read also about Elkanah. ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്ന് തെളിയുവാനായിട്ട് ഇടയായി തീർന്നു. How and what modesty of a husband he should be, we read over here. പലപ്പോഴും ഞാൻ ഇത് വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുപോയി, നമ്മെ ഓരോരുത്തരെ പോലെയും പ്രതിസന്ധിയിൽ വിവേകത്തോടു കൂടി ഭാര്യയെ ശക്തിപ്പെടുത്തുന്ന, ഭാര്യയുടെ കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവ്. We read about Elkanah, a man with discernment who supports and encourages a broken down wife over here. നാം ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത്. അതിൻ്റെ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, പെനീന പ്രത്യേകിച്ചിട്ട് ഈ ഹന്നയെ വേദനപ്പെടുത്തുന്നത് ഹന്ന ആലയത്തിലേക്ക് പോകുമ്പോഴാണ്. Oh, there we understand how Penina was provoking her whenever she went, or Hannah goes into the temple. ആണ്ടുതോറും ആലയത്തേക്ക് കടന്നു പോകും. Oh, this is where every year this was a ridicule. അപ്പോൾ പെനീന എങ്ങനെ പറഞ്ഞു കാണും, എന്തിനാ ഹന്നെ പോയിട്ട് കാര്യം, കഴിഞ്ഞ വർഷം പോയി ഒന്നും സംഭവിച്ചില്ല, ഈ വർഷം പോകുന്നു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇങ്ങനെ പറഞ്ഞ് കളിയാക്കി കാണും. We might understand this ridicule like this. Penina might be mocking her. Every year you're going, what is the benefit of going every year to this temple? അത് കഴിഞ്ഞ് ഇങ്ങനെ കളിയാക്കലും കേട്ട് ഹന്ന, അവിടെ നാം വായിക്കുന്നത് ഹന്ന കരഞ്ഞും വ്യസനിച്ചും കൊണ്ട് ആലയത്തിലേക്ക് കടന്നു പോവുകയാണ്. There we read over there in verse 7, she wept bitterly and goes into the temple. നാം ആയിരുന്നു എൽക്കാനയുടെ സ്ഥാനത്തെങ്കിൽ നാം എന്തു പറയും? If we were in the position of Elkanah, what would we say? അല്ലെങ്കിലും നിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെയല്ല എപ്പോഴും. If we were in the shoes of Elkanah, we would be criticizing Penina by saying, if we are going for a good work, you would always be pessimistic over there. നാം ഹന്നയെ ചിലപ്പോൾ കുറ്റപ്പെടുത്തിയേക്കാം. And then also we would have drawn criticism on Hannah by being. വേണമെങ്കിൽ എൽക്കാനയ്ക്ക് തന്റെ പൂർവ്വപിതാവായ യാക്കോബ് ഇതേ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയതാണ്. Or maybe Elkanah would have gone through the same situation of Jacob over there. ആ യാക്കോബിന്റെ വാക്കുകളെ എൽക്കാനയ്ക്ക് വേണമെങ്കിൽ കോട്ട് ചെയ്യാമായിരുന്നു. If he could have needed, he could have quoted the words of Jacob over there. ഉൽപ്പത്തി അതിന്റെ 30-ാം അധ്യായത്തിൽ ഒരിക്കൽ റാഹേൽ ചെന്ന് യാക്കോബിനോട് ഇങ്ങനെ പറയുകയുണ്ടായി. There we read about the interaction between Jacob and Rachel in Genesis 30. എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. Or give me children or I will die. കുറച്ച് കടുപ്പമായ വാക്കായി പോയി. Or those are the bitter words over അപ്പോൾ there. യാക്കോബ് എങ്ങനെ പ്രതികരിച്ചത്? How did Jacob respond? അപ്പോൾ യാക്കോബിന് കോപം ജ്വലിച്ചു. There we read in verse 2, Jacob's അപ്പോൾ anger was യാക്കോബ് kindled. റാഹേലിനെ ചോദിക്കുക, നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തോ ഞാൻ? Am I in the place of God who has withheld you from the fruit of your womb? എൽക്കാനയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയായിരുന്നു. Elkanah could have said like that. എന്നിട്ട് എൽക്കാനയ്ക്ക് പറയാം, എൽക്കാന ഇത് ഹന്ന ഇത് ഞാൻ പറഞ്ഞല്ല, എൻ്റെ പൂർവ്വപിതാവ് പറഞ്ഞ വാക്കുകളാന്ന് പറയുമായിരുന്നു. He could have repeated the same words of Jacob over there like that. എന്നാൽ എൽക്കാന എന്താ പറയുന്നത്? What does Elkanah say over there? ഹന്നേ നീ എന്തിനു കരയുന്നു? Why are you weeping, Hannah? എന്തിനു പട്ടിണി കിടക്കുന്നു? Why are you not eating, വാ Hannah? നമുക്ക് വല്ലതും കഴിക്കാം. Oh, let us come and eat together. എന്തിനാ ഇങ്ങനെ വ്യസനിക്കുന്നത്? Why is your heart grieved? ഞാൻ നിനക്ക് 10 പുത്രന്മാർക്കാൾ നന്നല്ലയോ? Am I not better to you than 10 sons? പലപ്പോഴും നാം നമ്മുടെ ഭാര്യമാരോട് ആഗ്രഹിച്ചിട്ടും പറയുവാൻ കഴിയാതെ പോയ വാക്കുകൾ. Or these are the similar words sometimes we might have desired, but we have failed to tell that to our wives. എൽക്കാന എന്തൊരു മാതൃകയായ ഭർത്താവ്. What model husband we read from Elkanah over വലിയൊരു here. പ്രതിസന്ധിയിലും കുടുംബത്തോടൊപ്പം നിന്ന ഭർത്താവ്. Even in a situation and circumstance over there, how he stood again with her in that problem. എൻ്റെ സമയം ഏതാണ്ട് കഴിഞ്ഞു. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. Let me stop over here with a few things. ഇവിടെ ഒരു കുടുംബം താഴ്ത്തപ്പെട്ടുവെങ്കിൽ, ഒരു കുടുംബം ഉയർത്തപ്പെട്ടുവെങ്കിൽ, 2-ാം അധ്യായം മുതൽ അങ്ങോട്ട് നാം കാണുവാൻ കഴിയുന്നത് ഒരു കുടുംബം താഴ്ത്തപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നു. If we see a family being exalted over here, then we see another family also being brought down. ദൈവം നൽകിയ ശുശ്രൂഷയെ അലക്ഷ്യമാക്കിയതിനാൽ ഏലിയും ഏലിയുടെ കുടുംബവും അവിടെ താഴ്ത്തപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നു. We read about Eli and family, how they neglected the service of God and how they failed 40 വർഷം miserably. ഏലി അവിടെ ഭരിച്ചു. There we see 40 years he ruled over there. അതിന്റെ ആ 40 വർഷത്തിന്റെ ആകെ തുക എന്തായിരുന്നു? What was the summary of all those 40 years? 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെയില്ലായിരുന്നു. Oh, in those days the word of Jehovah was precious, but it was only frequent and it was less over there. ദർശനം ഉണ്ടായിരുന്നു, പക്ഷെ ഏറെയില്ലായിരുന്നു. Oh, it was precious in those days, but it was no frequency was there. ഏലിക്ക് ദർശനമില്ലായിരുന്നു. And Eli was not having that vision. എന്നാൽ ആ സമയവും ദൈവം
ശമൂവേൽ ബാലനോട് സംസാരിപ്പാനായിട്ടിടയായി തീർന്നു. Even in that times we understand when there were no frequency, God speaks to Samuel. 3 പ്രാവശ്യം ശമൂവേലിനെ ദൈവം വിളിച്ചു. 3 times God called Samuel. ശമൂവേലിന് ഇത് പിടികിട്ടിയില്ല എന്താണെന്നുള്ളത്. Samuel did not understand ശമൂവേൽ first. ഏലിയോട് ചോദിച്ചു. Samuel runs to Eli to ഏലിക്ക് ask. കാര്യം മനസ്സിലായി. Eli understands it. ഏലി അടുത്ത പ്രാവശ്യം ദൈവം വിളിച്ചാൽ എന്തു പറയണമെന്ന് പറഞ്ഞു കൊടുത്തു. Eli then helps him to respond correctly over there. എന്നാൽ അപ്പോൾ ഏലിക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാമായിരുന്നു. Eli could have thought like this. ഏലിക്ക് സ്വയം ഒന്ന് പരിശോധിക്കാമായിരുന്നു. Eli could have introspected himself. ദൈവമേ, എന്തുകൊണ്ട് പുരോഹിതനായ എന്നോട് അവിടുന്ന് സംസാരിക്കുന്നില്ല? As a high priest, why are you not talking to me? കേവലം ഈ ബാലനോട് അവിടുന്ന് എന്തിനു സംസാരിക്കുന്നു? Oh, why are you only talking to this child? ഏലിക്ക് പശ്ചാത്താപിപ്പാൻ ദൈവം ഒരു അവസരം കൊടുത്തു. Oh, he could have repented in that moment. ഏലി അത് ഉപയോഗപ്പെടുത്തിയില്ല. Oh, he did not utilize അത് it. കഴിഞ്ഞ് നാം കാണുന്നത് ശമൂവേലിനോട് ദൈവം പറഞ്ഞത് മുഴുവൻ ഏലിയോട് ശമൂവേൽ പറയുകയാണ്. And whatever God spoke to Samuel, everything he spoke ശമൂവേൽ to Eli. ഏലിയുടെ കുടുംബത്തിന് കടന്നു വരുന്ന ആ വലിയ അനർത്ഥം അവിടെ ശമൂവേൽ പറഞ്ഞു. Oh, Samuel is telling about the curse that Eli is going to ഏലിയുടെ suffer. മനോഭാവം എന്തായിരുന്നു? Oh, their family is going to suffer. What is Eli's 3-ാം response? അധ്യായം 18-ാം വാക്യം, Where we read in 3 verses. യഹോവയല്ലോ തന്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. Oh, let it be done according to Jehovah. വളരെ there. നിസ്സാരമായി ഏലി അതിനെ കാണുവാനായിട്ട് Oh, ഇടയായി he തീർന്നു. even perceived or took it lightly over there. ദൈവത്തിന് ഒരു വിലയും ദൈവത്തിന്റെ വാക്കിന് ഒരു വിലയും കൊടുക്കാത്ത ഒരു ഏലി. Oh, he did not give any price to those ഏലി words of ആരാന്ന് God. പുരോഹിതനാകുന്നു. He was the high priest of God. എന്നാൽ ദാവീദിനോട് നാഥാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ But when we come to another situation, when God ദാവീദ് spoke to ദാവീദ് David, ഉടനെ തന്നെ പറഞ്ഞത്, യഹോവയോട് ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ് യഹോവയുടെ സന്നിധിയിൽ ഇരിപ്പാനായിട്ട് ഇടയായി we തീർന്നു. read when God spoke through Nathan about his mistake where David fell, he immediately falls onto his knees over there in എന്നാൽ front of ഇവിടെ God. ഉദാസീനതയോടെ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഏലിയെ നമുക്ക് കാണുവാൻ കഴിയും. We see a man who is complacent in front of God and he falls before God എന്തു over സംഭവിച്ചു? there. What happened over there? ദൈവം ഏലിയെയും ഏലിയുടെ കുടുംബത്തെയും ശുശ്രൂഷയിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ട് ഇടയായി തീർന്നു. God is completely removing Eli and his family away from the house of God. തന്റെ 40 വർഷത്തെ പ്രയത്നഫലം എന്നുള്ളത് താനും തന്റെ കുടുംബവും ശുശ്രൂഷയിൽ നിന്ന് ഛേദിക്കപ്പെടുവാനായിട്ട് ഇടയായി The തീർന്നു. 40 years of seniority and the record of service is wiped out immediately. ജെറമ്യാ പ്രവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. Oh, cursed be the man who does the work of God very casually and neglectfully, and that man is being cursed over there in the book ഏലിയുടെ of Jeremiah. അടുത്ത വീഴ്ച എന്നുള്ളത് തന്റെ പുത്രന്മാരെ മനസ്സിലാക്കുവാൻ ഏലിക്ക് കഴിഞ്ഞില്ല. Another failure from the life of Eli was he did not discipline or understand his children over there. ശുശ്രൂഷന്മാർ തന്റെ പുത്രന്മാരെ മനസ്സിലാക്കാതെ അവർക്ക് ഏലി ശുശ്രൂഷ കൈമാറുവാനായിട്ട് ഇടയായി തീർന്നു. Without understanding their purity, he handed over his service over there. ഈ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യുന്ന പുത്രന്മാരായിരുന്നു. Oh, these children were children who were going against God and sinning against God. 2:12 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. There we read in 2 verse അത് 12. ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. Oh, they were baseless men and they knew not Jehovah. അവർ അവിടെ ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, അവർ ദൈവത്തെ അറിയാത്തവരായിരുന്നു. Oh, they did not know Jehovah. ഇങ്ങനെ ദൈവത്തെ അറിയാത്ത പുത്രന്മാരിലേക്ക് ഏലി തന്റെ ശുശ്രൂഷ കൈമാറ്റം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. Oh, Eli is giving the responsibilities of the house of God to a children who does not know Jehovah. അതിന്റെ അനന്തരഫലം ഏലിയുടെ കുടുംബം മാത്രമല്ല, ഇസ്രായേൽ ജനമൊക്കെയും അനുഭവിപ്പാനായിട്ട് ഇടയായി Oh, the തീർന്നു. consequence of that action, we understand how Eli and the entire Israel was suffering. ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെടുവാനായിട്ട് ഇടയായി Oh, തീർന്നു. the ark of God was captured. നാം ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. Oh, there we understand the glory departed from Israel. തന്റെ ശുശ്രൂഷയുടെ അനന്തരഫലം മഹത്വം ഇസ്രായേലിൽ നിന്ന് Oh, മാറിപ്പോവാനായിട്ട് his ministry, his seniority, everything, we understand the glory departed over there. ശീലോവിന് വളരെ ഒരു ദുരന്തം ഉണ്ടാകുവാനായിട്ട് ഇടയായി What തീർന്നു. a great tragedy we read over here. പിന്നീട് ഒരിക്കലും ഈ പിടിക്കപ്പെട്ടു കൊണ്ടുപോയ പെട്ടകം ശീലോവിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഇടയായി Oh, തീർന്നില്ല. this ark of God which was captured never got back to Shiloh over there. ശീലോവിലെ ശുശ്രൂഷ അന്നോടുകൂടി അവിടെ നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. Oh, the ministry at Shiloh became a stop over there. പിന്നെ ദൈവത്തിന്റെ പെട്ടകം ദാവീദ് തിരിച്ചു കൊണ്ടുവരുന്നത് യെരുശലേമിലേക്കാണ്. Oh, then we understand the ark of God being brought back to Jerusalem by David over there. 40 വർഷത്തെ ശുശ്രൂഷയുടെ അനന്തരഫലം. Oh, 40 years, what we see as a result, it's a failure. നമുക്ക് ഈ ഏലിയെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കൊരു രസം തോന്നുക,
We might be finding a little humor as we read through Eli. എന്നാൽ ദൈവാത്മാവ് ഇവിടെ ഏലിയുടെ കുറവുകളെ അനേകർ പ്രസംഗിക്കണമെന്നല്ല ആഗ്രഹിക്കുന്നത്. God is not telling us to speak more about Eli or talk about ഇന്ന് Eli. രാവിലെ സമയം നാം ഏലിയുടെ സ്ഥാനത്താണോ എന്ന് നമുക്ക് തന്നെ പരിശോധിക്കാം. Shall we examine ourselves? Are we in the shoes of Eli? നാം നമ്മുടെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഓരോ ശുശ്രൂഷ ദൈവസഭയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. God has given each and every one of us responsibilities in ministry. ഇവിടെ കടന്നു വന്ന നമുക്ക് എല്ലാവർക്കും ശുശ്രൂഷകളുണ്ട്. Everyone who has been come over here, everyone has a അത് responsibility. നാം നിർബന്ധത്തിലാണോ അതോ ഉദാസീനതയാണോ നാം ചെയ്യുന്നത്? Are we doing it out of a forceful heart, or are we doing it with a complacency over വരും there? ദിവസങ്ങൾ നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഉത്സാഹത്തോടു കൂടി ചെയ്യുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും The responsibility given to us, shall we do it with enthusiasm, with a heart humbled in front of God? നമ്മുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, Not only in our time, നമ്മുടെ കാലശേഷവും ഇത് തുടർന്നുകൊണ്ടേ പോകണം. but also this should be continued throughout our generation. അതിനുവേണ്ടി ദൈവ ഭയമുള്ള, പ്രാപ്തിയുള്ള, ദൈവകൃപയുള്ള സഹോദരന്മാരുടെ കൈകളിലേക്ക് ഈ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെടണം. This ministry is needed to be handed over to people who are eloquent, people who are talented, people who are capable, to the next generation. അതല്ലാതെ ഏലി ചെയ്തതുപോലെ തൻ്റെ പുത്രന്മാർക്ക് ദൈവത്തെ അറിയാത്ത പുത്രന്മാരുടെ കരങ്ങളിലേക്ക് ആ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെടുവാനിടയായിത്തീർന്നു. But let us not be like an Eli who handed over the responsibilities of ministry who children who did not know Jehovah. ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ, അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രാധാന്യം, കൂടാതെ നാം ആരുടെ മുമ്പിലാണ് ശുശ്രൂഷ ചെയ്യുന്നത് മനസ്സിലാക്കി നമ്മുടെ കുറവുകൾ അറിയുന്ന ദൈവസ്ഥനിൽ താഴ്മയോടുകൂടി നമുക്ക് ശുശ്രൂഷ ചെയ്യാം. Shall we continue to minister by looking forward with a zeal and purpose, by handing it over to the right capable men and women who are able to handle ministry with that seriousness and not like Eli's children? നാം പാട്ടിൽ ഓർക്കുന്നത് പോലെ ഒരു നാൾ ഈ നശ്വര ലോകം വിട്ടു നാം പോകും. Just like we remember in the song, one day we will be leaving from this wretched world. അങ്ങേ കരയിൽ ചെന്ന് നാം നേടിയതെന്തും നേടുവാനിടയായിത്തീരും. Or we will be looking at the counting while we stand on the other shore. ദൈവം ഏലിക്ക് 40 വർഷം കൊടുത്തു. God gave Eli 40 years. ഒരു വലിയൊരു ദുരന്തമായി മാറി. Or it became a bigger tragedy. ദൈവം സൗലിന് കൊടുത്തു. God gave Saul over there. എന്നിട്ട് ദൈവം അവസാനം ഇങ്ങനെയാണ് സൗലിനോട് പറയുന്നത്. And finally he says to Saul like this. സൗലിനെ ഞാൻ രാജാവാക്കിയതിൽ മനസ്താപിക്കുന്നു. Oh, I'm sorry I made Saul a king over there. ഞാൻ വേറൊരു പുരുഷനെ അന്വേഷിക്കുന്നു. I am seeking for another man over there. ദൈവം നമ്മുടെ ശുശ്രൂഷ കണ്ടിട്ട് എന്താണ് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്? God is looking at our service and what is he saying? നമുക്ക് പകരം വേറെ ആളെ ദൈവം നോക്കുന്നുണ്ടോ? Is God looking for another person to replace us? അതോ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നാണോ? Or is he calling us by good and faithful servant? നമുക്ക് ഈ വചനത്തിന് മുമ്പിൽ നമുക്ക് തന്നെ ശോധന ചെയ്യാം. Let us introspect and humble ourselves in front of this word. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May his name be glorified.